ഹലോ ഗൈസ്, ഇന്ന് നിങ്ങൾക്കായി വട്ടവലി പൊറഞ്ചുവിന്റെ ഒരു പ്രകൃതി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പാലം. ഒരു നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമായ പേരും മറന്നില്ല. ഇതിപ്പോ ആരോടെ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ പഠിച്ചിട്ട് വന്നതാണ്. നമുക്ക് പോയി തുണി പൊക്കി നോക്കാം. ഹലോ ഗൈസ്, ഇത് ഒന്നല്ല ഗൈസ്, 2 പേരുണ്ട്. പാമ്പ് കെട്ടിപ്പിണഞ്ഞ പോലെ കിടക്കുകയാണ്. നമുക്കൊന്ന് അവരെ മുണ്ട് പൊക്കി നോക്കാം. എന്റെ പ്രേക്ഷകർ അല്പനേരം ഒരു നിമിഷം ഒന്ന് കണ്ണ് ചിമ്മിക്കോ. റെഡി, 1 2 3. മണിയണ്ട കണ്ട പൂച്ചേ മുണ്ടിന്റെ പട്ടി കടിച്ചോണ്ട് വേണം പട്ടി കടിച്ചോണ്ട് വേണം. പട്ടി കടിച്ചോണ്ട് എന്റെ ചെരുപ്പ് നടന്നണ്ട നീ എടുത്ത് എറിയാത്തത് ഞാൻ കണ്ടില്ലാടാ. അയ്യോ, ഞാൻ നല്ല വെളുപ്പാൻ കാലത്താണ് നല്ലൊരു സ്വപ്നം കാണണം. അത് നീ ആയിട്ട് പോടയച്ച് ശരി തന്നെ. നമ്മളെ പേശയെ കാണാനില്ല, പട്ടിയെ കാണാനില്ല. പട്ടിയല്ലെണ്ണ, ഞാൻ വ്ളോഗറാണ്. എന്റെ മൊബൈലൊക്കെ ഇരിക്കുന്നത് വ്ളോഗർ. പട്ടി എത്തേണ്ട പോയല്ലേ, ഞാനാണ് എടുത്തത്. നീ ബ്ലോഗറായ നമ്മളെന്തിനാ? ചൂട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് കിടന്നു. അതിന്റെ ഇടയിൽ കൂടെ ബ്ലോഗർ തേങ്ങാ കോല മനുഷ്യനെ ഉറക്കത്തിൽ വിളിച്ചിട്ടാണ് ഈ ബ്ലോഗർ എന്ന് പറയുന്നത്. നിനക്കൊന്നും വേറെ ഒരു പണിയില്ലടാ. ഒരു പാലം ഓടം വയ്ക്കണ്ട, അവൾ വന്ന് ചാടി വീഴുന്നോളൂ. അവനൊക്കെ മനസ്സമാനത്തിൽ ഉറങ്ങാൻ നമ്മൾ സിക്കൂല ഇല്ലടാ. പിന്നെ എങ്ങനെ ഉറങ്ങി കിടന്നാണ്? ഇതൊക്കെ സ്വപ്നങ്ങളായിരുന്നു. പിന്നെ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചില്ലേടാ. വല്ലാത്തൊരു ഗതിയായിരുന്നു. എന്താടാ ഫോൺ ഓഫ് ചെയ്യാനാണ്? ഓഫ് ചെയ്യാനാണ് വേണ്ട, അമ്മയാണ് ഓഫ് ചെയ്തണ്ട. ഫോൺ കണ്ട ഇത് ഓണായല്ലാണ് ഇരിക്കുന്നത്. അട്ടൊന്ന് പ്ലേ ചെയ്തില്ലണ്ണ, ഞാൻ പ്ലേ ചെയ്തില്ല. വേണ്ട, ഓഫ്. ഇപ്പൊ സമയമായി, ആൾക്കാർ വരും പാലം ഒറ്റ കാണാൻ വേണ്ടിട്ട്. നീ എഴി നേരെ നല്ല വെളുത്തല്ലേ. ഒരു ഉപകാരം ഉണ്ടായി നീ വന്നേ കേട്ടാ. ഇവന്റെ ഫോൺ അടിച്ചില്ലായിരുന്നു. അലാറത്തിന് പകരം എന്തായാലും സൂപ്പർ കേട്ടാ ബ്ലോഗർ. ഡേയ് നീ വരുവാടാ വീട്ടിലോട്ട്. ഇല്ല, ബാക്കി സ്വപ്നം കൂടെ ഒന്ന് കണ്ടു തീർക്കാൻ. വാടേ നീ ചൂടായോണ്ട് അണ്ണാ ഉടുപ്പെടുക്കില്ലടാ. എന്താടാ കാര്യം പറയണ അണ്ണ? ഇത് ഈ നമ്മളെ ലോകത്ത് മൊത്തം അറിയപ്പെടുന്ന ഒരു പാലം. പക്ഷെ ഇതിന്റെ പേര് ഞാൻ പറിച്ചോണ്ട് തന്നു. ഇവിടെ എനിക്ക് സംഭവം മറന്നുപോയി. നീ ലോകറിന പാലത്തിന്റെ പേര് പറിച്ചോണ്ട് വന്നേന്ന് എല്ലാരും പറഞ്ഞ് ഞാൻ കേട്ടു. പക്ഷെ ഇവിടെ എനിക്കെല്ലാം മറന്നു. ഈ പാണത്തിന്റെ പേര് നേരെ പറയാറിഞ്ഞൂടാ. നീ അറിയാം വലിയ ബ്ലോഗർ. നിനക്കപ്പൊ എന്ത് ചെയ്യണം നമ്മള്? എടാ പാവട, അങ്ങനെ അവനെ കളിയാക്കാതെ. ഓരോരുത്തരുടെ വികാരം മനസ്സിലാക്കി അനുസരിച്ച് പെരുമാറാൻ പടിയുടെ എന്റെ അവൻ പറഞ്ഞത് കേട്ടാ. കേട്ടാ, നീ ടെൻഷൻ. അപ്പൊ ഞാൻ പറയണല്ലേ പാലത്തിന്റെ പേര്? അണ്ണാ, നിങ്ങൾ സർപ്രൈസ് കളയാതെ പറയണ, ഞാൻ പിടിക്കാണ. ഞാൻ പിടിക്കാം. അടിച്ചോ കാച്ചിക്കോ. ഹലോ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കളല്ല, പിന്നെ എടാ ഞാൻ പണയും. നീ അവന് ഗൈസ് പറയാറിയാ. ഇതാണ് അമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കുമ്പിച്ചൽ കടവ് പാലം. മനസ്സിലായോ നിനക്ക്? മനസ്സിലായ? ഈ പാലത്തിന്റെ പേര് പറഞ്ഞു തന്നുണ്ട് ഒരു 1500. അതാണ് ഇവിടത്തെ കീഴ്. പൈസ എന്റെ പൈസ ഒന്നുമില്ല അണ്ണാ. എന്റെ ഈ ഒരു ഫോൺ നമ്മളെ നാട്ടിൽ വന്നിട്ട് നമ്മളെ പറ്റിച്ചിട്ട് പോകാനാണ്. കുമ്പിച്ചൽ കടവ് പാലത്തിൽ വന്നിട്ട്